വെൽക്കം ടു ഇൻഡസ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളക് ചതച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് സാൾട്ടാണ്. സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മാവ് രീതിയിൽ, നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം ഇത്. അപ്പം ഇപ്പോൾ ഇതാ ദോശമാവിൻ്റെ ഒക്കെ ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് ഇത് അങ്ങോട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഒരു നല്ല കുഴിയുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എന്തെല്ലാം വെച്ചിട്ട് അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഓയിലാക്കി കൊടുക്കണം. എങ്കിലേ അത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതാ നമുക്ക് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അപ്പുറം മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മേത്തേക്ക് നമ്മുടെ ഓയിൽ തെറിക്കാതെ ഒന്ന് നോക്കണം. അപ്പം അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു ഇതിലാണ് ഉണ്ടാവുക. നമുക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പം ഇതായിരുന്നു നമ്മുടെ സ്നാക്ക്. ഇത് നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും നമുക്കിത് കഴിക്കാൻ കഴിയും. ഇത് തേങ്ങാ ചട്നിയുടെ കൂടെയും അതുപോലെ ടൊമാറ്റോ ചട്നിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് ട്രൈ ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത്. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിട്ട എല്ലാ ചാനൽസിൻ്റെ വീഡിയോസ് റിപ്ലേസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. Okay, bye bye. Thanks for watching.